ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ചക്കയവിയൽ ഉണ്ടാക്കുന്നതാണ് ഞാനിന്ന് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ചക്കക്കുരു 20-25 എടുക്കാം. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് കീറിയെടുക്കണം. ഇത് രണ്ടും നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് ഇടാം. ഇതുപോലെ അടിയിൽ ചക്കക്കുരു ഇട്ടതിന് ശേഷം അതിലോട്ട് ചക്ക ഇടാം. ഞാൻ അലുമിനിയം പാത്രമാണ് എടുത്തത്. സ്റ്റീലിൽ വെച്ചാൽ അടിയിൽ പിടിക്കും. ഇനി ഇതിലോട്ട് 2-3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ചില ചക്കയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ചിലതിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. അത് നോക്കി കറക്റ്റായിട്ട് വയ്ക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇപ്പോൾ അടുപ്പിൽ വെച്ച് ഇതേപോലെ അടച്ചു വെച്ച് വേവിക്കണം. 1 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതെല്ലാം കൂടി ചതച്ചെടുക്കാം. നല്ലതുപോലെ അരയണ്ട. ചക്ക ഇപ്പോൾ തിളച്ചു. ഇനി ഇതിനെ ഒന്ന് ഇളക്കിയിടാം. ഇതേപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ മുകളിലുള്ളത് വേവും. വെള്ളമില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാം. തേങ്ങ ചതച്ചെടുത്തു. കറിവേപ്പില കൈ കൊണ്ട് ചെറുതാക്കിയിട്ടു. അല്ലെങ്കിൽ തേങ്ങ അരഞ്ഞതിന് ശേഷം കറിവേപ്പില ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. ചക്ക ഇപ്പോൾ നല്ലതുപോലെ വെന്തു. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കാം. അരപ്പ് ചൂടായതിന് ശേഷം ഇളക്കി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വാങ്ങാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി അരപ്പും ചൂടായി. ഇനി ഇതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിനെ തവി കൊണ്ട് ഇളക്കാം. ഇപ്പോൾ ചക്ക അവിയൽ റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ചക്ക അവിയൽ റെഡിയായി. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റിനുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.